എനിക്ക് എന്തായാലും അനിൽകുമാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവുമല്ലോ? നടന്നിട്ടുണ്ട്. അവിടുത്തെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് സമ്മതിക്കണമല്ലോ. ചട്ടം ലംഘിച്ച് ദ്വാരപാലക ശില്പങ്ങളും മറ്റ് അവിടുത്തെ സാധന സാമഗ്രികളും വാതിലും കട്ടിളപ്പടിയും ഒക്കെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ കൊണ്ടുപോയ ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല നാടുകളിൽ പ്രദർശനത്തിന് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സ്വർണം ചെമ്പാക്കി മാറ്റിയ ഉത്തരവിൽ ഒപ്പിട്ടത് വാസു ആണെന്നുള്ള കാര്യത്തിലും വലിയ തർക്കം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതും നിങ്ങൾ സഖാക്കന്മാർ ഭരിക്കുന്ന കാലത്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കമുണ്ടാകാൻ ഇടയില്ല. ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാസുവും മുരാരി ബാബുവും സുദേശ് കുമാറും അതുപോലെ പോറ്റി അടക്കമുള്ള മുഴുവൻ അമ്പലക്കൊള്ളക്കാരും CPM-മായി അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ ഇടയില്ല. കാരണം ഇപ്പോഴും ജയിലിൽ തുടരുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയം തുടരുന്ന പത്മകുമാർ നിങ്ങളുടെ നേതാവാണ്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് സോണിയാഗാന്ധിയും കോൺഗ്രസ് ഉത്തരം പറയണമെന്ന്. CPM-ന്റെ നേതാക്കന്മാരും പാർശ്വവർത്തികളും ആശ്രിതരുമായിട്ടുള്ള അമ്പലക്കൊള്ളക്കാർ ജയിലിൽ പോയതിന് സോണിയാഗാന്ധി ഉത്തരം പറയണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് താങ്കൾ പറയുക ശബരിമല പരിപാവനമായ ഇടമാണ്, അത് അശുദ്ധമാക്കിയെന്ന്. CPM ഒരു മതനിരാസക പാർട്ടിയാണ്. ഈ പരിശുദ്ധിയും ശുദ്ധിയും ഒക്കെ എന്ന് തൊട്ടാണ് നിങ്ങൾ എൻഡോഴ്സ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത് രാഷ്ട്രീയമായിട്ടൊരു ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾ അത്തരം പരിഭാവനമായ കാര്യങ്ങൾ, പരിശുദ്ധി വിശുദ്ധിയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയുടെ പരിഭാവനത പരിശുദ്ധി കളങ്കപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നത് രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന്, ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശബരിമലയിലേക്ക് നടന്നു കയറ്റിച്ച ആക്ടിവിസ്റ്റുകളുടെ സാന്നിധ്യം, അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ പോലീസ്. രണ്ട്, അവിടെ നിരന്തരമായ അമ്പലക്കൊള്ളയിലൂടെ അഴിമതിക്ക് കൂത്തരങ്ങിന് ഇടയാക്കിയ CPM-ന്റെ പത്മകുമാർ അടക്കമുള്ള തന്ത്രിയും പോറ്റിയും മന്ത്രിയും അടക്കമുള്ള കള്ളസംഘം കൊള്ളക്കാർ, അതും നിങ്ങളുടെ ആളുകളാ, സഖാക്കന്മാരാ. അതുകൊണ്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ പറയാ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്ന്. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്കോ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? MA ബേബിക്കില്ലാത്ത ആക്ഷേപം അനിൽകുമാർ പറഞ്ഞാൽ അത് കേരളത്തിലെ CPM-ന്റെ സഖാക്കന്മാർ പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സോണിയാഗാന്ധിക്ക് കൊടുത്ത കയ്യിൽ കെട്ടിക്കൊടുത്ത സാധനത്തിന്റെ അളവും തൂക്കവും അന്വേഷിക്കാൻ പോകുന്ന താങ്കൾ പിണറായി വിജയന്റെ നാവിന്റെ ഉള്ളിൽ എന്ത് സാധനമായിരുന്നു, വായിൽ എന്ത് സാധനമായിരുന്നു നിങ്ങൾ അന്വേഷിക്കണ്ടേ? 2019 ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനുശേഷം 2025 അതേ അമ്പലക്കൊള്ളക്കാരെ ഇതേ കാരണത്തിന് വേണ്ടി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും എന്തെടുക്കുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വായിൽ എന്ത് സാധനമായിരിക്കുന്നു എന്നുള്ള മറുപടി CPM പറയണം. ഇനി കോടതിയെ നിങ്ങൾ സംശയിക്കുന്നു, കോടതിയിൽ ഇടപെടുന്നു, SIT-യെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വികാരമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി കോടതി ഇടപെടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം പച്ചയ്ക്ക് അങ്ങ് പറയണം. ഈ കോടതി ശരിയല്ലെന്ന്. അനിൽകുമാർ അഡ്വക്കേറ്റ് ആണല്ലോ. ഇപ്പൊ കോടതിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ മാത്രം നിയമപരിജ്ഞാനമുള്ള അനിൽകുമാർ, CPM-ന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയണം കോടതിക്ക് പിഴച്ച ഭാഗങ്ങൾ ഏതാണെന്ന്. അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കണം. SIT-യുടെ നടപടിയിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ്? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ തന്ത്രിയെ പിടിച്ച് അകത്തിടുമ്പോൾ ആ ഭാഗത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാ SIT-യുടെ നടപടിയിൽ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മറ്റൊരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാകുന്നത്? അപ്പൊ സഖാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ SIT-യും കോടതിയും മോശം, സഖാക്കന്മാരല്ലാത്തവർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തന്ത്രിയെ പിടിച്ചകത്തിട്ടാൽ SIT നല്ലത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, CPM-ന് ഒരു ബന്ധമില്ലെങ്കിൽ പത്മകുമാറിനെ എന്തിന് നിങ്ങൾ സംരക്ഷിക്കുന്നു? ഒരേ സമയം ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും തുടരാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കുന്നു? പത്മകുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് CPM-ന് ഉത്തരം മുട്ടുന്നു? ഇനി ഫോട്ടോയോടൊപ്പം നിന്നാണെങ്കിൽ സോണിയാഗാന്ധിയുടെ ഒപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോയാണ് പ്രശ്നമെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സോണിയാഗാന്ധി എന്നല്ല. സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. ഈ മെല്ലെ പോക്കിൽ ഞങ്ങൾക്ക് സംശയകരമായി പലതുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങിയാൽ കേസിൻ്റെ മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങൾക്കൊക്കെ അത് ബാധിക്കപ്പെടുമെന്നുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ ശ്രീകുമാർ, സുദേശ് കുമാർ, മുരാരി ബാബു ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ പോറ്റിക്ക് കിട്ടോ ഇല്ലേന്നാണ് കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നൊക്കെയാണ് ആളുകൾ പലരും പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇവർ 90 ദിവസം ജയിലിൽ കിടന്നത്?
ആദ്യത്തെ നിരീക്ഷണം തന്നെ ഇവർക്ക് ജാമ്യം കിട്ടിയാൽ ഇവർ പുറത്താണ് ഉള്ളതെങ്കിൽ ഇവരെല്ലാവരും സംഘം ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരെ റിമാൻഡ് ചെയ്തത്. അപ്പോൾ 90 ദിവസത്തിന് ശേഷം ഇവർ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവർക്ക് പുറത്ത് ഒരു സംഘം ചേർന്ന് തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? അപ്പൊ 90 ദിവസം മുമ്പ് ഏത് വിഷയത്തിലാണോ ഇവർ റിമാൻഡ് ചെയ്യപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ, അതേ കാരണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയല്ലേ? ഇവർ പുറത്ത് വന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടില്ലേ? അപ്പോൾ 90 ദിവസം മുമ്പ് നശിപ്പിക്കപ്പെടാവുന്ന തെളിവ് 90 ദിവസത്തിന് ശേഷം നശിപ്പിക്കപ്പെടില്ല എന്ന് SITക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ സ്വാഭാവിക ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമുള്ള അന്വേഷണത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീടല്ലേ പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയം തൊട്ടേ ഇതിലൊരു മെല്ലപ്പോക്കുണ്ട്. ആ മെല്ലപ്പോക്കിന്റെ ഭാഗമായിട്ടാണ് പലരെയും ചോദ്യം ചെയ്യുന്നതിൽ ഇടവേളകൾ വരുന്നു, അറസ്റ്റ് നടപടികൾ വൈകുന്നു. കോടതി പോലും ഇടപെട്ടതിന് ശേഷമാണ് പല പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് SIT പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചില ശ്രമങ്ങൾ, ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇതൊരു തരത്തിൽ രക്ഷപ്പെടൽ തന്നെയാണ് ദിവിഷേ. 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്ന പ്രതികൾ ഇനി ഈ കേസിന്റെ ബാക്കി വിചാരണ വേളകളിലൊക്കെ അവർ പുറത്തായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ പുറത്താകുമ്പോൾ ഇവർക്ക് തെളിവ് നശിപ്പിക്കപ്പെടാനും മറ്റു ഗൂഢാലോചനകൾ നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൽ യാതൊരുവിധ മറ്റ് അഡീഷണൽ കണ്ടെത്തലുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ SITയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. ആ സംശയം ഓരോ ദിവസവും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിലൊരു കാര്യമുണ്ട്, കേരളത്തിൽ CPM-മായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സഖാക്കന്മാരടക്കം ജയിലിൽ കിടക്കുന്നു. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ആരോപണത്തിന്റെ, ആക്ഷേപത്തിന്റെ, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ആളുകൾ ആക്ഷേപത്തിന്റെ മുൻപിൽ നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് പോലും ഒരു അക്ഷരം പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്രയും ഉന്നതരായിട്ടുള്ള പ്രതികൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ കൂട്ടുപ്രതികൾക്ക് ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും, ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ കോടതി കുറെ കൂടി ജാഗ്രതയോടെ ഇത് കണ്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള ജാമ്യ നടപടിയിൽ വേണ്ടത്ര ക്രമീകരണം സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. എനിക്ക് അനിൽകുമാറിനോട് ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, 2025 സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയോ എന്ന് അനിൽകുമാർ ചോദിക്കുന്നു. അത് 2025 കൊണ്ടുപോകാൻ വേണ്ടി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കള്ളന്റെ കയ്യിൽ കൊടുത്തുവിടാൻ നോക്കിയപ്പോൾ കോടതി കൈയോടെ പിടിച്ചത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് കൊടുത്തുവിടാൻ പറ്റാതിരുന്നത്. പക്ഷെ എനിക്ക് അനിൽകുമാറോട് ഒരു ചോദ്യമുണ്ട്. 2004 KC വേണുഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ പോറ്റി വന്നു എന്ന് ഏതെങ്കിലും അമ്പലത്തിൽ കഴകത്തിനോ അല്ലെങ്കിൽ കീഴ്ശാന്തിയുടെ കൈകാര്യക്കാരനായിട്ടോ ഒക്കെ ആരെങ്കിലും വരുന്നവരുടെ ജാതകം തിരയിലല്ല മന്ത്രിയുടെ ചുമതല. ഇനി അത് മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴുള്ള മന്ത്രി കടകംപള്ളിക്ക് ഉത്തരവാദിത്തമുണ്ടോ? അന്നത്തെ ബോർഡിന് ഉത്തരവാദിത്തമുണ്ടോ? അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? ഇനി പോറ്റി സ്വർണം പാളികൾ കടത്തി എന്ന് അറിഞ്ഞിട്ടും 2019 റിപ്പോർട്ട് കിട്ടിയിട്ട് 6 വർഷക്കാലം പോറ്റി വളർത്തിയ ഈ പിണറായി വിജയന്റെ സർക്കാരിന് ഉത്തരവാദിത്തം. ഈ ഭരണവീഴ്ചയുടെ ഉത്തരവാദിത്തം ആരാണെന്ന് നിങ്ങൾ പറയണ്ടേ? അതിന് നിങ്ങൾ 2004 പോകാതെ 2019 മുതൽ 2025 വരെയുള്ള എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ? ശരി, അനിൽകുമാർ ഉത്തരം. ധൈര്യമായിട്ട് പറയാം, 2025 ഒരു പോറ്റിയുടെയിലും കൊടുത്തുവിട്ടില്ല. 2025 കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങൾ നോക്കണം. പോറ്റിയല്ല കൊണ്ടുപോയത്, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയത്. വീഴ്ച പറ്റി ഞാൻ പറയുമ്പോൾ റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തി വെച്ചു? ശരി, ഉത്തരം പറയും. അവാസ്തവം പറയുന്നേ അനിൽകുമാർ പറയും. 2025 ഇതിന്റെ പേരിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. CCTV വീഡിയോ ദൃശ്യങ്ങൾ ദിനേശ്, ഇത് ഞാൻ തരാം, സമയം തരാം. ചർച്ചയിൽ ഇങ്ങനെ പാടില്ല. എനിക്ക് വേണ്ട സമയം അങ്ങ് പറഞ്ഞോ, പൂർത്തീകരിച്ചോളൂ. ഞാൻ പറയട്ടെ, 2025 നല്ല വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്ത വീഡിയോയെ കുറിച്ചല്ല, നിങ്ങളെടുത്ത വീഡിയോയുടെ കാര്യമല്ല ചോദിക്കുന്നത്. മറുപടി പറയട്ടെ ജിൻഡോ, പ്ലീസ്. ജിൻഡോ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീകുമാർ പറയൂ, ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അയ്യപ്പ സംഗമത്തിന് പോറ്റിയെ ക്ഷണിച്ചോ?
അയ്യപ്പ സംഗമം കഴിഞ്ഞാണല്ലോ ദേവസ്വം ബോർഡ് വരെ പോയിട്ട് വാളെടുക്കുന്നത്. 2019 ആ, പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ ഈ പരിപാടിക്ക് ശരി 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 നമ്മുടെ സമയം കഴിയാണ് ആർ വി ബാബുവിന് കൂടി ഒരു 40 സെക്കൻഡ് തർക്കം വേണ്ട. ശ്രീ ആർ വി ബാബു 40 സെക്കൻഡ് പരിപാടിക്കില്ല കേട്ടോ, ഇത്തരം അല്ലല്ല, പരിപാടിക്കില്ല കേട്ടോ. എങ്ങനെയാണ് ഒരു ക്രിമിനലിനെ അല്ല ശ്രീ ആർ വി ബാബുവിന്റെ മറുപടിയോട് ഞാൻ നിർത്തുകയാണ്.